അങ്ങനെ ദൈവാനുഗ്രഹത്തിന്റെ 3 വർഷങ്ങളാണ് കടന്നുപോയത്. ഇന്ന് ഞങ്ങളുടെ സാറക്കുഞ്ഞുമണീന്റെ 3rd ബർത്ത്ഡേ. 2 ആഴ്ചയായിട്ട് പനിയും ജലദോഷം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറിയിറങ്ങി ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ കൊളാകുന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കാരണം വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ ഒരു പരിപാടി തട്ടിക്കൂട്ടാൻ പറ്റി. കേക്ക് കണ്ട ആവേശം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് പുള്ളി തന്നെ കേക്ക് എടുത്തോണ്ട് ഓടിയായിരുന്നു കേട്ടോ. ഞാൻ കട്ട് ചെയ്യട്ടേന്ന് പറഞ്ഞു. പിന്നെ ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് കുരിശൊക്കെ വരച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. കണ്ടാലറിയാം എന്ത് സന്തോഷമാണ് സാറൂരിന്ന്. 2 ദിവസം മുന്നേ പറയുന്നതാണ് സാറുവിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കൊളാവൂല്ലോ ദൈവമേ. സാറൂനാണ് എഴുന്നേറ്റ് നിൽക്കാനുള്ള ത്രാണിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സാറുവിന്റെ 3rd ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് ഇവിടെ തുടങ്ങുകയായി. കഴിഞ്ഞ വർഷം സാറമോള് നാഗവല്ലിയായി കേക്ക് ഫുൾ അറഞ്ചും വെട്ടി മുറിച്ചായിരുന്നു. ഇപ്രാവശ്യം എന്തോ ഭയങ്കര ക്വയറ്റ് ആയിരുന്നു കേട്ടോ പുള്ളിക്കാരുടെ പ്രോസസ്സൊക്കെ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സാവധാനത്തിൽ വെട്ടി മുറിക്കാലോ എന്ന് വിചാരിച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 2 ആഴ്ച മുന്നേ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിന്റെ കളറൊക്കെ നമ്മളുടെ ഡ്രസ്സുമായിട്ട് മാച്ച് ആകുന്ന രീതിയിലായിരുന്നു കൊടുത്തത്. പക്ഷേ ആശുപത്രിവാസം കാരണം നമ്മളുടെ ഡ്രസ്സൊക്കെ കുളവായി എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം പള്ളിപ്പെരുന്നാളിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മോമൻ്റോട്ടൊരു കോമോ ഉണ്ടായിരുന്നു എനിക്കും സാറും മോൾക്കും കൂടെ. അത് ഞങ്ങൾ അങ്ങ് എടുത്തിട്ടിട്ട് പുത്തനുടുപ്പാണല്ലോ, എന്തായാലും പിറന്നാളിലെ പുത്തനുടുപ്പ് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതങ്ങ് എടുത്തിട്ടിട്ട് മാന്യമായി കേക്കും കട്ട് ചെയ്തു. അപ്പം നമ്മളുടെ ഡ്രസ്സും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇനിയിപ്പം പതുക്കെ സാറമ്മോളുടെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. പിന്നെ സാറ കുഞ്ഞുമണിയുടെ കുറെ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഗിഫ്റ്റുകൾ കണ്ടപ്പോഴത്തേക്കും സാറമ്മോൾ ഓണായി. അപ്പൊ എന്തായാലും ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു.